പത്തനാപുരം കവലയിലാണ് സുബൈറിന്റെ ഫാൻസി ഷോപ്പ്. അന്നും പതിവ് പോലെ സുബൈർ തന്റെ ഫാൻസി ഷോപ്പ് തുറന്നു. 9 മണിക്ക് വന്ന് കട തുറന്ന് സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് വെച്ച് എല്ലാം സെറ്റാക്കി വന്നപ്പോൾ 10 മണി കഴിഞ്ഞു. സുബൈറിന്റെ കടയുടെ നേരെ ഇടതുവശത്താണ് പണ്ടത്തെ ഒസാൻ ഹമീദക്കയുടെ മകൻ റഹീം കുട്ടി നടത്തുന്ന ബാർബർ ഷോപ്പ്. സുബൈർ അങ്ങോട്ട് നോക്കി. ബാർബർ ഷോപ്പിൽ ജാസ്മിൻ വന്നിട്ടുണ്ട്. അവളുടെ 2 ഇരട്ട പെൺകുട്ടികളുടെ മുടി കട്ടാക്കാനുണ്ടാകും. ഇടയ്ക്കിടെ അവൾ കുട്ടികളെ കൂട്ടി അവിടെ വരാറുണ്ട്. പിന്നെ തന്റെ ഫാൻസി ഷോപ്പിലും വരും. അവളൊരു ടൈലറാണ്. അവൾക്ക് ടൈലറിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തന്റെ കടയിൽ നിന്നാണ് വാങ്ങിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അവൾ തന്റെ കടയിലെ നിത്യ സന്ദർശകയാണ്. ആ വഴിക്ക് സുബൈറിന് ജാസ്മിനുമായി ഒരടുപ്പം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആർക്കും ഇഷ്ടപ്പെടുന്ന അവളുടെ സൗന്ദര്യവും അവളുടെ നല്ല ഭംഗിയുള്ള മുഖവും ശാന്തമായ പെരുമാറ്റവും ഏതൊരു പുരുഷനും ആകർഷിക്കപ്പെട്ടു പോകും. സ്വാഭാവികമായും അടുത്തിടപഴകാൻ ഒരവസരം കിട്ടിയ ആളെന്ന നിലയിൽ സുബൈറും അതിൽ വീണുപോയി. അവളുടെ പുഞ്ചിരി, അവളുടെ മുഖത്ത് വിരിയുന്ന നവരസങ്ങൾ, നടക്കുമ്പോഴുള്ള അവളുടെ മെയ്വഴക്കം, ഇതൊക്കെ ഏതൊരാണിലും അനുരാഗം ജനിപ്പിക്കും. അവൾ കൊണ്ടുപോകുന്ന സാധനങ്ങളുടെ വിലയൊന്നും വാങ്ങിക്കാറില്ല. ജാസ്മിനും സുബൈറിന് ഏറെ ഇഷ്ടമാണ്. ഈ ജാസ്മിന് അബ്ദു എന്ന ഭർത്താവുണ്ട്. ഒരു സാധുവാണ്. അത്ര വാർദ്ധക്യമില്ലെങ്കിലും വൃദ്ധനെ പോലെ മെലിഞ്ഞുള്ള രൂപം. അസുഖം കാരണം പണിക്കൊന്നും പോകാറില്ല. കിട്ടുന്ന കാശിന് മദ്യപാനം ഉള്ളത് കൊണ്ട് തന്നെ ജാസ്മിൻ അയാളുമൊത്തുള്ള ജീവിതം ദുസ്സഹമായിരുന്നു. കൂട്ടുകുടുംബമുള്ള അയാളുടെ തറവാട്ടു വീട്ടിൽ നിൽക്കാതെ അവിടെ നിന്നും ഇറങ്ങി മാവൻതൊടിയിലുള്ള അവളുടെ വീട്ടിലാണ് ഇപ്പോൾ താമസം. ടൈലറിംഗ് അറിയാവുന്നത് കൊണ്ട് അല്ലലില്ലാണ്ട് കഴിയുന്നു. ജാസ്മിന്റെ ഉമ്മ മുത്തുപേട്ടക്കാരി ആയതുകൊണ്ട് തന്നെ ജാസ്മിന് തമിഴ്നാടുമായി ഒരു ചെറിയ ബന്ധമുണ്ട്. ഇവിടെ ഉമ്മ മരിച്ചതിന് ശേഷം ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ മുത്തുപേട്ടയിൽ നിന്നും കുടുംബക്കാർ അങ്ങോട്ട് ക്ഷണിച്ചതാണ് അവിടെ പോയി താമസിക്കാൻ. പക്ഷേ ജാസ്മിന് അവളുടെ കുഞ്ഞുനാളിലെ മരിച്ചുപോയ ഉപ്പാന്റെ ആ കൊച്ചു വീട്ടിൽ നിന്നും കേരളത്തിന്റെ സംസ്കാരം മറന്ന് അങ്ങോട്ട് പോയി ജീവിക്കാൻ മനസ്സില്ല. ചെറുപ്പത്തിലെ കട്ടിംഗ് ക്ലാസ്സിന് പോയി ടൈലറിംഗ് പഠിച്ചതുകൊണ്ട് പറക്കമുറ്റാത്ത ആ കുഞ്ഞുങ്ങളെയുമൊത്ത് അവൾ ആ വീട്ടിൽ കഴിഞ്ഞു. തോന്നുന്ന ഏതെങ്കിലും സമയത്ത് ഈ ഭർത്താവ് അബ്ദു ജാസ്മിന്റെ വീട്ടിൽ കയറി വരും. മദ്യപിക്കാൻ കാശ് ചോദിച്ച് വഴക്കാവും. സഹികെട്ട് ജാസ്മിൻ വെച്ചു കൊടുക്കുന്ന എന്തെങ്കിലും കാശ് കൊണ്ട് അയാൾ ഉടനെ ഷാപ്പിലേക്ക് ചെല്ലും. സൗന്ദര്യവതിയും അത്ര തന്നെ ആരോഗ്യവുമുള്ള ജാസ്മിനെ തൃപ്തിപ്പെടുത്താനോ അവളുടെ ആഗ്രഹങ്ങളെ പരിപാലിക്കാനോ അയാൾക്കായില്ല. വിവാഹത്തിന്റെ ആദ്യകാലങ്ങളിൽ വളരെ നല്ല ജീവിതം നയിച്ച അയാൾ ആ സമയത്ത് നൽകിയതാണ് ആ 2 ഇരട്ട കുട്ടികളെ. സ്വന്തമായി ജോലിക്കൊന്നും പോകാതെ മദ്യപാനം ശീലമാക്കിയതോടുകൂടി അയാൾ തകർന്നു. ഇപ്പോൾ രോഗിയുമായി. ഫാൻസിയുടെ കൗണ്ടറിലിരുന്ന് അങ്ങനെ ജാസ്മിനെ കുറിച്ച് ആലോചിക്കവേ ജാസ്മിന്റെ ചിരി ബാർബർ ഷോപ്പിൽ മുഴങ്ങിക്കേട്ടു. അതോടെ സുബൈറിന്റെ മനസ്സ് വല്ലാതായി. അവൻ ആളത്ര ശരിയല്ല. ബാർബർ ഷോപ്പിലെ ആ റഹീം കുട്ടി. അയാൾക്ക് പിന്നെ ഫാൻസി കൗണ്ടറിൽ ഇരിപ്പുറച്ചില്ല. മുടിയൊന്ന് ചീകി നേരെയാക്കാൻ എന്ന വ്യാജേനെ സുബൈർ അവിടെ നിന്ന് എണീറ്റ് നടന്ന് ബാർബർ ഷോപ്പിനകത്തേക്ക് കയറി. എന്താ റഹീം കുട്ടി, രാവിലെ തന്നെ ഒരു വളിച്ച കോമഡി? സുബൈർ ആക്കിക്കൊണ്ട് റഹീം കുട്ടിയോട് ചോദിച്ചു. ജാസ്മിൻ ഒന്ന് ചിരിച്ചു. ഏയ്, വളിച്ച കോമഡിയല്ല, ഇത് ഹിറ്റായ കോമഡിയാണ്. ഉസ്താദ് ഹോട്ടലിൽ ദുൽഖർ സൽമാൻ തിലകൻ ചേട്ടനോട് പറയുന്നത്. നടക്കട്ടെ. സുബൈർ ഒന്ന് അമർത്തി മൂളി. എന്നിട്ട് സുബൈർ കുട്ടികളുടെ മുടി കട്ടാക്കുന്ന റഹീം കുട്ടിയെ ശ്രദ്ധിച്ചു. കണ്ടോ, അവന്റെ ശ്രദ്ധ മുഴുവൻ നേരിട്ടല്ലെങ്കിലും കണ്ണാടിയിൽ കൂടി കാണുന്ന ജാസ്മിന്റെ ദേഹത്താ. ആളൊരു തുരപ്പനോ. അവൻ എന്തൊക്കെയോ കോമഡി അടിച്ച് ജാസ്മിനെ ചിരിപ്പിക്കുക. അതയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവർ തമ്മിലുള്ള അടുപ്പം അത്ര പരസ്യമാകാതിരിക്കാനും വേണ്ടി സുബൈർ ഒരു ചെറു പുഞ്ചിരി മാത്രം ചുണ്ടിലൊതുക്കി അവളെ നോക്കി തലയാട്ടി കാണിച്ചു. ജാസ്മിന് കാര്യം പിടികിട്ടി. സുബൈർക്ക കലിപ്പിലാണ്. കുട്ടികളുടെ 2 പേരുടെയും മുടി കട്ട് ചെയ്ത ശേഷം റഹീംകുട്ടിയുടെ കാശും കൊടുത്ത് ജാസ്മിൻ കുട്ടികളെയും കൊണ്ട് സുബൈറിന്റെ ഫാൻസിയിൽ ചെന്നു. അവളെ കണ്ടപ്പോ സുബൈറിന്റെ കണ്ണുകൾ തിളങ്ങി. അവളിലും അനുരാഗ മഴ പെയ്തിറങ്ങി. ഇക്ക എപ്പോഴാ എന്നെ കെട്ടുന്നേ? അതിന് നിന്റെ കെട്ടിയ മൊഴി ചൊല്ലിയില്ലല്ലോ. ജാസ്മിൻ സങ്കടത്തോടെ ഒന്ന് മൂളി. പിന്നെ അവൾ സുബൈറിന്റെ കടയിൽ നിന്നും അവൾക്ക് വേണ്ടുന്ന ഫാൻസി സാധനങ്ങളൊക്കെ എടുത്തു. സുബൈറിനോട് യാത്ര പറഞ്ഞ് കുട്ടികളെയും കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു. ജാസ്മിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയില്ല. ഭർത്താവ് അബ്ദു വന്നു. അയാൾ അവളോട് കാശിന് ചോദിച്ചു. അവർ 5ന്റെ ചില്ലിക്കാശ് നൽകിയില്ല. അയാൾ അവളെ ചീത്ത വിളിക്കാൻ തുടങ്ങി. അവളും അയാളെ വായിൽ തോന്നുന്നത് വിളിച്ചു. 2 പേരുടെയും ബഹളം കേട്ട് കുട്ടികൾ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. എടോ അബ്ദു എന്ന മരമണ്ടൂസേ, തനിക്കെന്നെ മൊഴി ചൊല്ലിക്കൂടെ? എന്തിനാ ഇങ്ങനെ പണിയില്ലാണ്ട് കള്ളും കുടിച്ച് തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ഒരു ഭർത്താവ് എനിക്ക്? നീ ആണാണെങ്കിൽ എന്നെ മൊഴി ചൊല്ലടോ. എനിക്കും ജീവിക്കണം. നിന്നെ പോലുള്ള ഒരു വൃത്തികെട്ടവനെ കല്യാണം കഴിച്ചത് കൊണ്ട് മാത്രം എന്റെ ജീവിതം ഇങ്ങനെ നശിക്കുക. നിനക്ക് രക്ഷപ്പെടാനാവില്ല. അതുകൊണ്ടല്ലേ നീ കുടിച്ച് നശിക്കുന്നേ. ഞങ്ങളെയെങ്കിലും രക്ഷിച്ച് നിനക്ക് പൊയ്ക്കൂടെ? അതും പറഞ്ഞ് അവൾ അയാളെ കുറെ ശകാരിച്ചു. അവളുടെ ആദ്യമായുള്ള ആ വാക്കുകൾ കേട്ട് അയാൾ ഒത്തിരി ആലോചിച്ചു.
സുന്ദരിയായ ഭാര്യയെയും കുരുന്നു പോലുള്ള 2 കുട്ടികളെയും കൊണ്ട് തനിക്കൊരു ജീവിതം നയിക്കാനാവുന്നില്ല. തന്റെ ഈ നശിച്ച ലോകത്ത് ഇവരെ കൂടി എന്തിനു നശിപ്പിക്കുന്നു? എന്തുകൊണ്ട് ഇവരെ സ്വതന്ത്രമാക്കിക്കൂടാ? ഇവരെങ്കിലും നന്നായി ജീവിക്കട്ടെ. ഒടുവിൽ അയാൾ അവൾക്ക് തലാക്ക് നൽകാൻ തീരുമാനിച്ചു. അയാൾ അവളെ മുത്തലാക്ക് ചൊല്ലി. കരഞ്ഞു തേങ്ങുന്ന കുട്ടികളുടെ ഏങ്ങലടികളുടെ പശ്ചാത്തലത്തിൽ അവിടെ വിവാഹമോചനം നടന്നു. അബ്ദു ഭാര്യ ജാസ്മിനെ തലാക്ക് ചൊല്ലിയ വാർത്ത നാടാകെ പരന്നു. അന്ന് രാത്രി സുബൈർ തന്റെ മീൻ വലയെടുത്ത് ഭാര്യയോട് കതകടച്ച് കിടന്നോളാൻ പറഞ്ഞു. മാവുംതൊടിയിലെ പുഴയെ ലക്ഷ്യമാക്കി നടന്നു. പിറ്റേന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന യാസീൻ തന്റെ സൈക്കിളിൽ ഓടിക്കിതച്ച് വീട്ടിൽ വന്ന് നിന്നു. സൈക്കിൾ സ്റ്റാൻഡിലിടാതെ കൈവിട്ട് നേരെ വീട്ടിലേക്ക് കയറി. ഉമ്മ ഉമ്മ. പുറത്ത് സൈക്കിൾ വീഴുന്ന ശബ്ദവും കൂടെ യാസീൻ മോന്റെ ഉമ്മ എന്ന അലർച്ചയും കേട്ട് സുലൈഖ വേഗം അടുക്കളയിൽ നിന്നും വീടിന്റെ മുൻവശത്തേക്ക് ഓടി വന്ന് എത്തി നോക്കി. എന്താടാ മോനെ? കലി കയറിയ മുഖത്തോടെ മകൻ യാസീൻ. ഉമ്മ, ബാപ്പാനെ പിടിച്ച് അവർ കല്യാണം കഴിപ്പിച്ചു. റബ്ബേ, ആര്? മാവുംതൊടിയിലെ നാട്ടുകാര്. മാവുംതൊടിയിലെ നാട്ടുകാരോ? ആരെ കൊണ്ടാ കെട്ടിച്ചേ? നീ എന്താ മോനെ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഉമ്മ, മാവുംതൊടിയിലെ ഒരു ഉമ്മച്ചിയുടെ വീട്ടിൽ ബാബ എപ്പോഴും പോകാറുണ്ടത്രേ. അവര് തമ്മിൽ പ്രേമത്തിലാണത്രേ. ഇന്നലെ രാത്രി പോയപ്പോ വീടിനകത്ത് പുറത്തുനിന്ന് പൂട്ടിയിട്ട് പിടികൂടിയിട്ട് നാട്ടുകാരെല്ലാം പിടിച്ച് കെട്ടിച്ചു. എന്റെ പടച്ചോനെ, ഞാൻ എന്തായി കേൾക്കുന്നേ? രാത്രി ഇടയ്ക്കിടയ്ക്ക് മാവുംതൊടിയിലെ പുഴയിൽ നിന്ന് കരിമീനും വരാലും പിടിക്കാനാണെന്നും പറഞ്ഞ് വലയെടുത്ത് പോകുന്നത് ഇതിനായിരുന്നോ? ആ, ആയിരിക്കും ഉമ്മ, ചെക്കൻ കലിപ്പോടെ പറഞ്ഞു. എന്നിട്ട് ഇന്നലെ രാത്രി വന്നിട്ട് ഇന്നീ നേരം വെളുക്കുമ്പോൾ എന്റെ കൂടെ ഉണ്ടായിട്ടും ഒന്നും പറഞ്ഞില്ല ആ ഹറാം പിറന്നാൾ. സുലൈഖ അതും പറഞ്ഞ് കരഞ്ഞു. ഇങ്ങ് വരട്ടെ, വെച്ചിട്ടുണ്ട്. ഇനിയൊപ്പം ഇങ്ങോട്ട് വരുമോ ഉമ്മ? യാസീൻ സംശയം പ്രകടിപ്പിച്ചു. ആട്ടെ, നിന്നോട് ആരാ പറഞ്ഞേ? ഉമ്മ, ഇവിടെ കവലയിൽ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. എന്നോട് എന്റെ കൂട്ടുകാർ ചോദിച്ചു നിന്റെ വാപ്പ വേറെ കെട്ടിയല്ലേന്ന്. സുലൈഖയ്ക്ക് ഇപ്പൊ തന്നെ സുബൈറിന്റെ ഫാൻസി കടയിൽ ചെന്ന് ചോദിക്കണമെന്നുണ്ട്. അന്ന് രാത്രി ഏറെ ആയിട്ടും സുബൈർ വീട്ടിലെത്തിയില്ല. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അല്ലാ, അവളുടെ കൂടെ പൊറുതിയും തുടങ്ങിയോ? സുലൈഖ ആദ്യമായി. നേരം വൈകുവോളം അവൾ സുബൈറിനെ പ്രതീക്ഷിച്ച് കാത്തിരുന്നു. മകൻ അത്താഴം നൽകിയ ശേഷം അവൾ സുബൈറിനുള്ള അത്താഴം വിളമ്പി വെച്ച് തീന്മേശയിൽ കാത്തിരുന്നു. പാതിരാത്രിയും കഴിഞ്ഞു. ഉറക്കം കൂടിയപ്പോ എപ്പോഴോ അവൾ പോയി കിടന്നു. രാവിലെ തന്നെ അവൾ സുബൈറിന്റെ ഫാൻസി കടയിൽ ചെന്നു. സുലൈഖയെ കണ്ടപ്പോ റഹീംകുട്ടി കടയുടെ ചാവി നൽകിയിട്ട് പറഞ്ഞു, സുബൈർക്ക ജാസ്മിന്റെയും കുട്ടികളുടെയും കൂടെ മുത്തുപേട്ടയിലേക്ക് പോയി. പോകുന്നതിനു മുമ്പായി ചാവി എന്റെ കയ്യിൽ തന്നിട്ട് നിങ്ങളെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ജാസ്മിന്റെ വീടും പറമ്പും അന്നേ ഹാജിയാർക്ക് എഗ്രിമെന്റ് ആയിരുന്നു. ജാസ്മിൻ കാശുകൊണ്ട് മുത്തുപേട്ടയിലേക്ക് പോകവേ സുബൈർക്കായും കൂടെ കൂട്ടുകയായിരുന്നു. ഒരു ഇടുത്തി പോലെ ആ വാക്ക് സുലൈഖയുടെ കാതിൽ വന്നു വീണു. റഹീംകുട്ടി നൽകിയ ചാവി വാങ്ങിച്ച് ഒരു യാന്ത്രികമെന്നോണം അവൾ ഫാൻസി തുറന്നു. കൗണ്ടറിൽ എത്തിയപ്പോൾ അവിടെ ഒരു കടലാസ് തുണ്ട് തനിക്കായി എഴുതി വെച്ചതുപോലെ കണ്ടു. പ്രിയപ്പെട്ട സുലൈഖ, ജാസ്മിനും ഞാനും സ്നേഹത്തിലായിരുന്നു. ഇനിയുള്ള കാലം അവൾക്കൊരു ജീവിതം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് ജീവിക്കാനുള്ള വക ഇവിടെ ഇരുന്നാൽ കിട്ടും. ഈ കട നന്നായി കൊണ്ടുപോയാൽ മാത്രം മതി. മകനെ പഠിപ്പിക്കുക. ഞാനൊരു അത്യാവശ്യത്തിനായി ഒരിടം വരെ പോവുകയാണ്. പടച്ചവൻ അനുവദിച്ചാൽ വീണ്ടും കാണാം. അത് വായിച്ചപ്പോൾ സുലൈഖ സങ്കടം കൊണ്ട് വിങ്ങിപ്പൊട്ടി. ജീവിതം ഇവിടെ അവസാനിപ്പിച്ചാലോ എന്ന് പോലും തോന്നിപ്പോയി. പക്ഷെ അവൾ തളർന്നില്ല. അയാളോടുള്ള വാശിയും പകയും കൊണ്ട് അവൾക്ക് ജീവിക്കണമെന്ന് തന്നെ തോന്നി. വീടും പുരയിടവും അവളുടെ പേരിലാണ് സുബൈർ വാങ്ങിയത്. അതുകൊണ്ട് തന്നെ സുബൈർക്ക് തിരിച്ചു വന്ന അവൾ അകത്ത് കയറ്റില്ല എന്ന ശപഥം ചെയ്തു. വർഷം 1 കഴിഞ്ഞു. ഇതേ സമയം മുത്തുപേട്ടയിൽ പോയ സുബൈർ ജാസ്മിന്റെ പുരയിടവും മറ്റും വിറ്റ് കിട്ടിയ കാശുകൊണ്ട് ഒരു ഫാൻസി സെന്റർ അവിടെ തുടങ്ങിയെങ്കിലും അതിൽ വലിയ വരുമാനമൊന്നും ഉണ്ടായില്ല. കുട്ടികളെ ആണെങ്കിൽ അവിടുത്തെ ഒരു മികച്ച സ്കൂളിലാണ് പഠനത്തിനായി ചേർത്തത്. വൻതോതിലുള്ള ഫീസും സ്കൂൾ ബസ്സും വാടകയും താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ മറ്റു ചിലവുകളും സുബൈറിന് പണം കണ്ടെത്താൻ പറ്റാതെയായി. ക്ലേശങ്ങൾ വർദ്ധിച്ചപ്പോൾ മറക്കാനായി ഇതിനിടെ മദ്യപാനം തുടങ്ങി. മദ്യത്തിന്റെ ലഹരി കെട്ടടങ്ങുമ്പോൾ അവൻ ആലോചിച്ചു, സുലൈഖയുടെ കൂടെ കഴിയുമ്പോൾ വെച്ചടി കയറ്റായിരുന്നു. ഇവളെ കെട്ടിയപ്പോ തൊട്ട് ഒരു പുരോഗതിയുമില്ലാതെ ഇവളുടെ പഴയ ഭർത്താവിനെ പോലെ താനും നശിക്കാൻ തുടങ്ങി. ആ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന റൂമിൽ തന്നെ ജാസ്മിൻ ടൈലറിംഗ് ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞുകൂടുന്നത്. ജാസ്മിന് പഴയ പോലെ സ്നേഹമൊന്നും ഇപ്പൊ സുബൈറിനോടില്ല. ഫാൻസി കടയ്ക്ക് വേണ്ടി കിട്ടിയ കാശ് കളഞ്ഞതുകൊണ്ട് ജാസ്മിൻ ഇപ്പോ സുബൈറിനോട് കലിപ്പാണ്. കുടുംബത്തിൽ പ്രാരാബ്ധം വർദ്ധിച്ചപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ സുബൈർ കുഴഞ്ഞു. നാട്ടിലേക്ക് തിരിച്ചു പോയാലോ? സുലൈഖയോട് മാപ്പ് പറഞ്ഞ് കാല് പിടിച്ച് അവളുടെ കൂടെ കഴിയാം. നാട്ടിലെത്തിയ തനിക്ക് തന്റെ നാട്ടിലുള്ള പഴയ ജീവിതം തുടങ്ങാം. തന്റെ ഫാൻസി കടയിൽ പോയി ജോലിയും ചെയ്യാം.
ജാസ്മിനോടും കുട്ടികളോടും നാട്ടിൽ പോകുന്ന കാര്യം പറയാതെ അവരെ ആ അപ്പാർട്ട്മെന്റിലാക്കി ആരും അറിയാതെ സുബൈർ കേരളത്തിലേക്ക് തിരിച്ചു. നാട്ടിലെത്തിയ സുബൈറിന്റെ ശരീരത്തിന് കുറെ നേരമായി മദ്യം കുടിക്കാത്തത് മൂലമുണ്ടാകുന്ന വിറയലുണ്ടായി. അതിൽ നിന്നും രക്ഷപ്പെടാൻ നാട്ടിലുള്ള ചന്തുമൂപ്പന്റെ അടുത്ത് ചെന്ന് കള്ളു വാങ്ങി കുടിച്ചു. എന്നിട്ട് നേരെ അവന്റെ പഴയ ഫാൻസി കടയുടെ അടുത്തേക്ക് ചെന്നു. അതിൽ വേറെ ഏതോ ആണുങ്ങൾ കയറിയിരിക്കുന്നു. പരിചയമില്ലാത്ത ആളാ, ആരോടാ ഒന്ന് ചോദിക്കുക. സുബൈർ റഹീംകുട്ടിയുടെ ബാർബർ ഷോപ്പിൽ ചെന്നു. റഹീംകുട്ടി, അതാരാ എന്റെ കടയിൽ? ആഹാ, ഇതാരാ വന്നിരിക്കുന്നേ? സുബൈർക്കാണോ? എന്താപ്പോ ഇത്? എന്താ കോലം? എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ ജാസ്മിന്റെ കൂടെ മുത്തുപേട്ടയിലായിരുന്നടാ റഹീമേ. ആട്ടെ, സുലേഖ എവിടെ പോയി? ആ കടയിൽ ഇപ്പോ ആരാ? സുലേഖ ഇത്ത 5-8 മാസം കട നടത്തിയിരുന്നു. പിന്നെ സുലേഖ അത് ഹാജിയാർക്ക് വിറ്റു. അവിടെ ഇരിക്കുന്നത് ഹാജിയാരുടെ പെങ്ങളുടെ മോനാ, പേര് ജബ്ബാർ. ഓ, എങ്കിൽ ഞാൻ വീട്ടിൽ ചെല്ലട്ടെ, അവിടെ ഉണ്ടാകുമല്ലോ അവൾ. അയ്യോ, അവിടെ ആരുമില്ല ഇപ്പോ. പഴയ വീടൊക്കെ പൊളിച്ചു മാറ്റി നിലം ഉഴുതു മറിച്ചിരിക്കുക. സുലൈഖാത്ത ഈ കട വിറ്റ് കച്ചവടമാകുമ്പോ തന്നെ അവരുടെ വീടും പൊരയിടവും ഹാജിയാർക്ക് തന്നെ വിറ്റിരുന്നു. അയ്യോ, അപ്പൊ അവളും മോൻ എവിടെയാ? അവര് കോഴിക്കോട് ഒരു ഫ്ലാറ്റിലാ. മോന് +2 ഒക്കെ പഠിക്കാൻ അവിടെ ടൗണിൽ തന്നെ ചേർത്തേക്കാന്നാ കേട്ടെ. വേറെയും ഒരു വാർത്ത കേട്ടു, അത് സത്യാണോന്നറിയില്ല. ഏതായാലും സുബൈർക്ക് അങ്ങോട്ട് ചെല്ല്. സുലൈഖ തന്നെ വീണ്ടും ഇഷ്ടപ്പെടുവോ? ആ പഴയ സ്നേഹം ഇപ്പോഴും കാണിക്കോ? ഒരുപക്ഷെ ആട്ടി ഇറക്കിയേക്കാം. അത്ര ക്രൂരതയാണ് താൻ അവളോട് ചെയ്തത്. ഏതായാലും അവളെ കാണുക തന്നെ. പ്രതികരണം എന്തായാലും താൻ ഉൾക്കൊണ്ടേ പറ്റൂ. സുബൈർ കോഴിക്കോട് ടൗണിലുള്ള തന്റെ ഭാര്യ സുലൈഖാന്റെ പുതിയ ഫ്ളാറ്റ് കണ്ടുപിടിച്ച് അങ്ങോട്ട് കയറി ചെന്നു. 4 മാസം മുമ്പ് അവളുടെ നിക്കാഹ് വേറൊരാളുമായി കഴിഞ്ഞ വാർത്തയാണ് കേട്ടത്. കഴിഞ്ഞ ആഴ്ച അവളും ഭർത്താവും ദുബായിലേക്ക് പോയത്രേ. സുബൈറിനെ കണ്ടപ്പോ സംസാരിക്കുന്ന ഫോൺ ഹോൾഡ് ചെയ്ത് സുലൈഖാന്റെ ഉമ്മ അത് പറഞ്ഞപ്പോ സുബൈർ കണ്ണീർ വാർത്തു. എല്ലാം നീയായിട്ട് വരുത്തി വെച്ചതല്ലേ? ആ മറിമായക്കാരത്തി തമിഴത്തി പെണ്ണിനെ കണ്ടപ്പോ നീ പൊന്നുപോലെ നോക്കിയ നിന്റെ സുലൈഖാനെ മറന്നില്ലേ? മോൻ യാസീനെ മറന്നില്ലേ? കല്യാണം കഴിച്ച സമയത്ത് എത്ര കഷ്ടപ്പാടിലുണ്ടായിരുന്നതാ നീ. ആ നിന്നെ കൂടെ നിന്ന് സഹായിച്ച് ഒരു നിലയിലേക്ക് എത്തിച്ചപ്പോ നീ എല്ലാം മറന്നില്ലേ? എന്റെ മോള് നിനക്ക് ആരുമല്ലാണ്ടായില്ലേ? ഒരു തുണ്ട് കടലാസിൽ എഴുതി വെച്ചിട്ട് പോകുന്ന ബന്ധമേ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അവള് പോയി. നിനക്ക് നിന്റെ ഇഷ്ടപ്പെട്ടവളുടെ കൂടെ പോകാമെങ്കിൽ അവൾക്ക് അവളുടെ ഇഷ്ടപ്പെട്ടവന്റെ കൂടെ ഗൾഫിൽ പോയിക്കൂടെ? ദേ, ഞാൻ അവളുമായി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ, അനുഭവിച്ചോ? നീ കേട്ടിട്ടില്ലേ, വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ട് മരണം. ഇത് പശുവല്ല ഉമ്മ, മൂരിയാണ്. ഫോണിന്റെ മറുതലയ്ക്കൽ നിന്നും സുലൈഖ അങ്ങനെ പറഞ്ഞു. അത് കേട്ട് ഉമ്മ പൊട്ടിച്ചിരിച്ചു. ഒന്നും പറയാതെ അവൻ അവിടെ നിന്നിറങ്ങി. അയാൾ ഓർത്തു, തന്റെ ചെയ്തികളാണ് എല്ലാത്തിനും കാരണം. സ്നേഹനിധിയായ ഭാര്യ സുലേഖയോടും പൊന്നോമനയായ തന്റെ മകനോടുമൊപ്പം സന്തോഷത്തോടെ ജീവിച്ചിരുന്ന താൻ എങ്ങനെയാണ് ഇങ്ങനെയായിപ്പോയത്? ഞെട്ടിക്കുന്ന ജീവിത യാഥാർത്ഥ്യത്തിന്റെ പൊള്ളുന്ന വാർത്ത കാതിലും മനസ്സിലും ഒരുപോലെ തീ കോരിയിട്ടപ്പോ സുബൈർ ആകെ തളർന്നുപോയി. ഇനി എന്തു ചെയ്യും? എവിടെയെങ്കിലും പോകാം. ഇനി ഈ നാടിനെയും നാട്ടുകാരെയും ഒക്കെ കാണാൻ പറ്റിയില്ലെങ്കിലോ? ഒരാഴ്ച നാട്ടിൽ പരിചയക്കാരെയൊക്കെ കണ്ട് അപഹേളനങ്ങളും ആക്ഷേപങ്ങളും കുറെ ഉപദേശങ്ങളും ഒക്കെ മനഃപൂർവ്വം ഏറ്റുവാങ്ങി. അവിടെയും ഇവിടെയും ഒക്കെ കറങ്ങി വീണ്ടും മുത്തുപേട്ടയിലേക്ക് പോയി. ഇനിയൊരു മടക്കയാത്ര ഉണ്ടാവില്ല. അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ജാസ്മിൻ അവളുടെ കസിനെ വീണ്ടും കല്യാണം കഴിച്ചിരിക്കുന്നു. അപ്പാർട്ട്മെന്റിൽ ചെന്നപ്പോൾ അത് പൂട്ടിയിരിക്കുന്നു. തൊട്ടടുത്തുള്ള റൂമുകാരോട് ചോദിച്ചപ്പോൾ അവരൊരു കത്താണ് തന്നത്. സുബൈർ അത് തുറന്നു നോക്കി. അതിനുള്ളിൽ ഒരു കടലാസ് എഴുതി മടക്കി വെച്ചിരിക്കുന്നു. അയാൾ അത് പുറത്തെടുത്ത് വായിച്ചു. ഇക്ക, 1 കെട്ടാനും 2 കെട്ടാനും പലർക്കും പറ്റും. പക്ഷെ കെട്ടിയ ഒന്നിനെ നന്നായി പരിപാലിച്ച് ജീവിതം കൊണ്ടുപോകുന്നതാണ് ആണുത്വം. അല്ല തന്ന ഒരു ജീവിതം ജീവിക്കാണ്ട് അക്കരപ്പച്ച കണ്ടുപോകുന്ന എല്ലാ സുബൈറുമാർക്കും ഇതൊരു പാഠമായിരിക്കണം. എന്നെ തിരഞ്ഞു വരണമെന്നില്ല. ഞാൻ ശ്രീലങ്കയിലേക്ക് പോവുകയാണ്. അത് വായിച്ചതോടുകൂടി സുബൈർ ശരിക്കും തകർന്നു പോയി. തന്റെ ദുർബുദ്ധി കാരണം 2 ഭാര്യമാരും ഇന്ന് തനിക്ക് സ്വന്തമല്ല. എല്ലാം അന്യാധീനപ്പെട്ടു. ഒരു ഭ്രാന്തനെ പോലെ എന്തു ചെയ്യണമെന്നറിയാതെ സുബൈർ അടുത്തുള്ള റെയിൽവേ ട്രാക്ക് ലക്ഷ്യമാക്കി നടന്നു. പാവം ജന്മമായ അബ്ദുവിനെ താൻ ചതിച്ചിരിക്കുന്നു. അബ്ദുവിന്റെ ഭാര്യയെ പ്രലോഭിപ്പിച്ച് അബ്ദുവിന്റെ ജീവിതം തകർത്തതിന് പടച്ചവന്റെ ശിക്ഷ സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ട് ആ നടത്തം റെയിൽവേ ട്രാക്കിൽ എത്തിയപ്പോൾ തെക്കുനിന്നും വേണാട് എക്സ്പ്രസ് കുതിച്ചു വരികയായിരുന്നു.